ചേട്ടാ. നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. താങ്ക് യു. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു സാർ, ഈ കണക്കൊക്കെ. അതാണ് ചോദിക്കാൻ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാല് എളുപ്പമല്ല ഈ പാട്ട് പാടാന്. അപ്പം കുറേ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിനകത്തൊരു കണക്കൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ടോട്ടലി ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ആർക്കൊന്നും കുറ്റം പറയാൻ തോന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ പോയ സംഭവങ്ങൾ അറിയാം, തുഷാറിനും അറിയാം എവിടെയൊക്കെ പോയെന്ന്. അപ്പൊ ആദ്യത്തെ ഹമ്മിങ് ഉണ്ടല്ലോ, ഹമ്മിങ് പിന്നെ ഒന്ന് കൺട്രോളിൽ വരാനുണ്ട്. അതൊന്നുകൂടെ, അത് ഏറ്റവും പ്രശ്നം വരുന്നത് പിന്നെ ദൈവത്തിൽ നിന്ന് മേലോട്ട് പോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതൊന്ന് പാടോ, തുടക്കത്തിലുള്ള ഓപ്പണിങ്. ഓക്കെ ഓക്കെ. അവിടെ എന്തിനാ ഇങ്ങനെ കുനിയുന്നേ? ഈസി ആയിട്ട് പാടിയേ. ഒന്നുകൂടെ പ്രൗഢിയായിട്ട് അടിച്ചു പാടിക്കേ, ഒന്നുകൂടെ അടിച്ചു പാടിക്കേ. ഇല്ല, പാടിയ കറക്റ്റാണ് കേട്ടോ തുഷാറെ, കറക്റ്റാണ് പാടിയേ. അപ്പൊ ഞാൻ പറയാം ആ ഒരു ഇത് അങ്ങനെ ഒന്നുകൂടെ പാടേണ്ടിയിരുന്നു. അതുപോലെ തന്നെ അത് വന്ന് ലാൻഡ് ചെയ്യുന്ന ദൈവത്തിലോട്ട് വീണ്ടും വരുമല്ലോ, അന്ന് പാടി വന്നേ താഴോട്ട്. പഞ്ചമം അവിടെ രജിസ്റ്റർ ആയില്ല. അതിപ്പോ പാടിയപ്പോഴും അവിടെ രജിസ്റ്റർ ആയില്ല. അതിലെ കർപ്പൂരാഴി എന്ന് പറഞ്ഞൊരു സംഗതി പാടിയല്ലോ, അത് രണ്ടാമത് ആ സംഗതി പാടില്ല, അത് ചീറ്റി പോയെന്ന് തോന്നില്ലേ? എങ്കിൽ ഒന്ന് ശരിയാക്കിയത് പോട്ടെ, ഒരവസരം തരികയാണ്. കർപ്പൂരാഴി. അയ്യോ, ടെൻഷനാണ് പാടാൻ. അയ്യോ, ഒന്നും ടെൻഷൻ പെടണ്ട. കർപ്പൂരാഴി. കറക്റ്റ് കറക്റ്റ്, ഒരു പ്രശ്നമില്ല. വെരി ഗുഡ്. എന്തായാലും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു ചേട്ടാ. ശരത് സാർ. തുഷാർ നന്നായിരുന്നു തുഷാർ. പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിളായിരിക്കും. തുടക്കത്തിൽ തുഷാറിന് ഒന്ന് വാമഭാവം കുറച്ച് ആ ഒരു ആലാപ്പ്